Hi all, how is going on? Fine. Okay, after a short break, let us enter to the third module of methodology of humanities. So guys, today I would like to enter to take the new chapter, module 3, narration and representation. അപ്പോൾ ഇനി നമുക്ക് നരേഷനും റെപ്രസെൻറ്റേഷനും എന്ന് പറയുന്ന ആ മൊഡ്യൂൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പ് വിത്ത് വീഡിയോ ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ് ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഗൈസ്, ഐ ഹോപ്പ് യു വിൽ ബി ഫൈൻ ആൻഡ് watch, listen very clear, artfully and fruitfully. Okay, let us enter to the class right now. All of you read narration and representation. First of all, let us discuss what is narration and what is representation. അപ്പോൾ ആദ്യം നമുക്ക് നരേഷൻ എന്താണ്, റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, നരേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കഥകളുടെ ആഖ്യാനങ്ങൾ, വിവർത്തനങ്ങൾ എന്നൊക്കെയാണ് നരേഷൻ്റെ അർത്ഥം. അറ്റ് ദ സെയിം ടൈം റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വർണ്ണന, അവതരിപ്പിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സോ ലെറ്റ് us ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ വാട്ട് ഈസ് നരേഷൻ ആൻഡ് വാട്ട് ഈസ് റെപ്രസെൻറ്റേഷൻ. ഗോട്ട് ഇറ്റ്? ഗുഡ്. അപ്പോൾ ആദ്യം നരേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. നരേഷൻ, narration is the act of telling a story, usually in some kind of chronological order, and also it means any kind of explaining of or telling of something. Okay, so this is narration. എന്താണ് നരേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. ഒന്നുകൂടി വായിച്ച്. നരേഷൻ ഈസ് ദ ആക്ട് ഓഫ് ടെല്ലിംഗ് എ സ്റ്റോറി, usually in some kind of chronological order, and also it means any kind of explaining or telling of something. എന്താണ് അതിൻ്റെ അർത്ഥം? നരേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ ആക്ട് ഓഫ് ടെല്ലിംഗ്. ഒരു കഥയെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുന്ന സംഗതി, ഒരു കഥ നമ്മൾ അവതരിപ്പിക്കുകയാണ്. എങ്ങനെ? യൂഷ്വലി ഇൻ സം കൈൻഡ് ഓഫ് ക്രനോളജിക്കൽ ഓർഡർ. അതിൻ്റെ ക്രനോളജിക്കൽ ഓർഡർ അനുസരിച്ച്, അതിൻ്റെ യഥാവിധി, ഫസ്റ്റ് ഏത് സെക്കൻഡ് ഏത്, അങ്ങനെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കഥയെ അവതരിപ്പിക്കുന്ന ആക്ടിന് പറയുന്നതാണെന്ത്? നരേഷൻ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി എങ്ങനെയും കൂടി പറയാം. എന്ത്? ആൾസോ ഇറ്റ് മീൻസ് എനി കൈൻഡ് ഓഫ് എക്സ്പ്ലൈനിങ് ഓർ ടെല്ലിംഗ് ഓഫ് സംതിങ്. ഓക്കെ, നരേഷൻ്റെ മറ്റൊരർത്ഥം സംതിങ്ങുകളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, ചില വിഷയങ്ങളെ നമ്മൾ ആഖ്യാനിക്കുക എന്നാണ് നരേഷൻ്റെ അർത്ഥം. സോ യു ഗോട്ട് വാട്ട് യു നരേഷൻ? ഓക്കെ, നരേഷൻ എന്താണെന്ന് കിട്ടിയല്ലോ. ഗുഡ്, ദാറ്റ് ഈസ് നരേഷൻ. ഓക്കെ, ഇനി ഈ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഹ്യൂമൻ ബീയിങ്സ്, എസ്പെഷ്യലി ആഫ്റ്റർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വെർബൽ ഫാക്കൽറ്റി, ഹാവ് കോൺസ്റ്റാൻ്റ്ലി ടോൾഡ് സ്റ്റോറീസ്, പ്രസൻറ്റഡ് ഈവൻറ്റ്സ് ആൻഡ് സ്ക്യൂസ്ഡ് ആസ്പെക്ട്സ് ഓഫ് ദ വേൾഡ് ഇൻ ടു നറേറ്റീവ് ഫോം. മനുഷ്യന് പ്രത്യേകിച്ചും ഏതിനു ശേഷം ഡെവലപ്മെൻറ്റ് ഓഫ് വെർബൽ ഫാക്കൽറ്റി അഥവാ സംസാരശേഷി, സംസാരിക്കാനുള്ള കഴിവ്, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എങ്ങനെയായിരുന്നു നമുക്കറിയാം. അതിനുശേഷം മനുഷ്യന് എന്ത് കിട്ടി? വെർബൽ ഫാക്കൽറ്റി കിട്ടിയതിന് ശേഷം ആണ് ഹ്യൂമൻ ബീയിങ്സ് എന്താരംഭിച്ചത്? കഥകൾ പറയാനും ഈവൻസുകൾ പ്രസൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നരേറ്റീവ് ഫോം, ആഖ്യാന ശൈലി ഉണ്ടാക്കിയെടുത്തതും. ഇതൊക്കെ മനുഷ്യന് കിട്ടിയത് എന്തിനു ശേഷമാണ്? ആഫ്റ്റർ വെർബൽ ഫാക്കൽറ്റി. ഓക്കെ, അത് നമ്മൾക്കൊരു അറിയുന്ന തത്വമാണല്ലോ. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എപ്പോഴാണ് മനുഷ്യന് ഇതൊക്കെ പറയാനുള്ള ഒരു അവസരം കിട്ടിയതെന്ന് പറഞ്ഞു, നരേറ്റീവ് ഫോമിൽ. നരേഷൻ എന്തെന്നും പറഞ്ഞു. ഇനി നമുക്ക് നരേറ്റീവ് എന്തെന്ന് പഠിക്കാം. വാട്ട് ഈസ് നരേറ്റീവ്? ഓൾ ഓഫ് യു റീഡ് വാട്ട് ഈസ് നരേറ്റീവ്. കം ഓൺ. നരേറ്റീവ് ഈസ് somebody telling somebody else on some occasion and for some purpose that something happened. ഓക്കെ, അത് ഒന്ന്, അതാണ് നരേറ്റീവിൻ്റെ
ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. അഥവാ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംബടി എൽസിനോട് പറയുന്നതാണ് നരേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ്? സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ സംബടി എൽസ് മറ്റു ചില ആളുകളോട് പറയുന്ന സംഗതിയാണെന്ത്? നരേറ്റീവ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഇനി അതിൻ്റെ മറ്റൊരു ഡെഫിനിഷൻ ഓൾ ഓഫ് യു റീഡ്. നരേറ്റീവ് ഈസ് ആൻ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് പ്രധാനമാണ്. നരേറ്റീവ് ഈസ് ആൻ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ whereby the events or character and what happens to them is communicated by somebody to somebody else in language. അപ്പോൾ അതാണ് നരേറ്റീവ് എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന് എന്താണ്? ആഖ്യാനം, എന്താണ് വിവരണം, എന്താണ് കഥാരൂപത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ നരേറ്റീവ് ഈസ് ആൻ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആക്റ്റാണ് നരേറ്റീവ് എന്ന് പറഞ്ഞത്. നരേറ്റീവ് ഈസ് ആൻ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് അണ്ടർലൈൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ വെർബൈ ദ ഈവൻസ് ഓർ ക്യാരക്ടർ, സംഭവങ്ങളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ, ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദം, അവർക്ക് എന്ത് സംഭവിച്ചു, ഈ സംഭവങ്ങൾക്ക് എന്ത് പറ്റി, ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്ത് ചെയ്യാണ്? ടു ദം ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ സംബഡി എൽസ് ടു സംബഡി എൽസ്. സംബഡി എൽസിനോട് ഒരു ഈവൻസ് എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ ആ ഈവൻസിലെ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം നടത്തുകയാണ്. ആര്? ബൈ സംബഡി, ചില ആളുകൾ. ആരോട്? ടു സംബഡി എൽസ്, മറ്റു ആളുകളോട്. തിരിഞ്ഞിക്കണോ? ഓക്കെ, ദാറ്റ് ഈസ് നരേറ്റീവ്. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഇനി നമുക്ക് നരേറ്റീവിൽ തേർഡ് ഒരു ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഡെഫിനിഷൻ പഠിച്ചാലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണേ. ഓക്കെ. നരേറ്റീവ് ഈസ് ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വേർഡ്സ്, sounds, visuals and gestures using signs in particular sequence. Enough. എന്താ പറഞ്ഞത്? നരേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റേഷൻ. അത് വർണ്ണനയുടെ, അവതരിപ്പിക്കലിൻ്റെ ഒരു ആക്റ്റാണ്. എങ്ങനെ വർണ്ണിക്കുക? ഓഫ് വേർഡ്സ്, വാക്കുകളെ, സൗണ്ട്സ്, ശബ്ദങ്ങളെ, വിഷ്വലുകളെ ആൻഡ് ജസ്റ്ററുകളെ യൂസിങ് സൈൻസ് ഇൻ പെർട്ടിക്കുലർ സീക്വൻസ്. എന്തും യൂസ് ചെയ്തിട്ട്? അടയാളങ്ങൾ, ചിഹ്നങ്ങൾ യൂസ് ചെയ്തിട്ട്. ഇൻ പെർട്ടിക്കുലർ സീക്വൻസ്, പ്രത്യേക സീക്വൻസുകൾ. അപ്പോൾ പ്രത്യേക സീക്വൻസുകളിൽ സൈനുകൾ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്ററുകളെയും വിഷ്വലുകളെയും സൗണ്ടുകളെയും വേർഡ്സുകളെയും റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമോൺ, നരേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ദിസ് ഇസ് ദ തേർഡ് ഡെഫിനിഷൻ ഓഫ് നരേറ്റീവ്. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നരേഷൻ പഠിച്ചു, നരേറ്റീവ് പഠിച്ചു. ഓക്കെ, ലെറ്റ് us എൻറ്റർ ടു ദ നെക്സ്റ്റ് പോയിന്റ്, നരേറ്റോളജി. ഇനി നമുക്ക് എന്തിനെക്കുറിച്ച് പഠിക്കാം? നരേറ്റോളജി. നരേറ്റോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു സയൻസാണ് അല്ലേ? എന്താണ് ശാസ്ത്രം? അത് സിമ്പിളാണ്. ദ സ്റ്റഡി ഓഫ് നരേറ്റീവ്സ് ഈസ് നോൺ ആസ് നരേറ്റോളജി. ഇനഫ്, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ദ സ്റ്റഡി ഓഫ് നരേറ്റീവ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ നരേറ്റീവ്സുകളെ കുറിച്ചുള്ളൊക്കെ പഠനം ഉണ്ടല്ലോ, ദ സ്റ്റഡി ഓഫ് നരേറ്റീവ്സ് ഈസ് നോൺ ആസ് നരേറ്റോളജി. ഗോട്ട് ഇറ്റ്? കഥ ക്ലിയർ. ഓക്കെ, 1960കളിൽ ഇത്തരം നരേറ്റീവ് നടത്തിയിരുന്നത് ചില ഡിസിപ്ലിനുകളായിരുന്നു, ചില ശാഖകളിലായിരുന്നു. ഏതൊക്കെയായിരുന്നു ഡിസിപ്ലിൻസ്? വാട്ട് ആർ ദ ഡിസിപ്ലിൻസ്? ഏതൊക്കെയാണ് ശാഖകൾ? നോക്കൂ. ലിറ്ററേച്ചർ, ഫിലോസഫി, ഹിസ്റ്ററി ആൻഡ് ആന്ത്രോപോളജി. ഇത്രയും ഡിസിപ്ലിനുകളായിരുന്നു 1960s, 1960കളിൽ ദ മോഡ്സ് ഓഫ് റൈറ്റിങ്ങിൻ്റെ മോഡുകൾ എന്ന് പറയുന്നത് ഈ 4 രീതികളിലായിരുന്നു. ഒന്ന്, കമോൺ, ലിറ്ററേച്ചർ, ഫിലോസഫി, ഹിസ്റ്ററി ആൻഡ് ആന്ത്രോപോളജി. ഓക്കെ, ഇതൊക്കെയായിരുന്നു അന്ന് ആഖ്യാനത്തിന് വേണ്ടി, നരേഷന് വേണ്ടി, റെപ്രസെൻറ്റേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മോഡ്സ് ഓഫ് റൈറ്റിംഗ് എന്നർത്ഥം. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ ഗൈസ്, ലെറ്റ് us എൻറ്റർ ടു ദ നെക്സ്റ്റ് മെയിൻ ഹെഡിങ്, റിയാലിറ്റി. ഇനി നമുക്ക് റിയാലിറ്റിയെക്കുറിച്ച് പഠിക്കാം. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യം എന്നാണല്ലോ. ഓക്കെ, ഫാക്റ്റ് അല്ലേ, യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, പിന്നെ നോവലുകളിൽ
സംതിങ്സ് എന്തുണ്ടാവും, റിയാലിറ്റി ഉണ്ടാകും, അതുപോലെ തന്നെ ഫാലസികളും ഉണ്ടാകും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന റിയാലിറ്റിയെക്കുറിച്ചാണ്. നോക്കൂ, എന്താണ് റിയാലിറ്റി? കമോൺ. ഹ്യൂമൻ ബീയിങ്സ് കൺസ്ട്രക്ട് റിയാലിറ്റി ബേസ്ഡ് ഓൺ സെർട്ടൈൻ കോമൺ ആൻഡ് ഷെയർഡ് സെറ്റ് ഓഫ് ആക്ച്വൽ നെറേറ്റീവ്സ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ റിയാലിറ്റിയെ കൺസ്ട്രക്ട് ചെയ്യുന്നത്? മനുഷ്യൻ യാഥാർത്ഥ്യങ്ങളെ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ, എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ്? സെർട്ടൈൻ കോമൺ ആൻഡ് ഷെയർഡ് സെറ്റ് ഓഫ് ആക്ച്വൽ നെറേറ്റീവ്സ്, സാധാരണവും എന്നാൽ ഷെയർഡ് സെറ്റ് ഓഫ് ആക്ച്വൽ നെറേറ്റീവ്സ്, യഥാർത്ഥത്തിൽ ഉണ്ടായതുമായ ഒരു കൂട്ടം സംഗതികളെ ബേസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യർ എന്ത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്? റിയാലിറ്റിയെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മനുഷ്യർ അവരുടെ മെമ്മറികളെയും ഓർമ്മകളെയും എക്സ്പീരിയൻസിനെയും ഓർഗനൈസ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? നെറേറ്റീവിൻ്റെ രൂപത്തിലാണ്. ദാറ്റ് മീൻസ് ഹ്യൂമൻ ബീയിങ്സ് ഓർഗനൈസ് ദെയർ മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദ ഫോം ഓഫ് നെറേറ്റീവ്സ്. നെറേറ്റീവിൻ്റെ രൂപത്തിലാണ് മനുഷ്യൻ എക്സ്പീരിയൻസിനെയും മെമ്മറികളെയും ഓർഗനൈസ് ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ ഗായ്സ്, ഇനി ഏതെല്ലാം രൂപത്തിൽ റിയാലിറ്റി നമുക്ക് ലഭിക്കും എന്ന് നോക്കാം. ഏതെല്ലാം രൂപത്തിലാണ് യാഥാർത്ഥ്യം നമ്മളിലേക്ക് വരിക? ഒന്ന് വായിക്കൂ. റിയാലിറ്റി കംസ് ടു അസ് ഇൻ ആക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നറേറ്റീവ്സ് ഓഫ് മെമ്മറി, ഹിസ്റ്ററി, ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫിക്കൽ സ്റ്റോറീസ്, ലിറ്ററേച്ചർ, അഡ്വർടൈസ്മെൻറ്റ്സ്, പ്രൊപ്പഗൻഡ ആൻഡ് സ്പീച്ചസ് ആൻഡ് സോ ഓൺ. ഇതിലൂടെയെല്ലാം നമുക്ക് എന്ത് ലഭിക്കുന്നു? റിയാലിറ്റി ലഭിക്കുന്നു എന്നതാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യം നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ ലഭിക്കുന്നു എന്നതാണ് പറയുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ഇനി പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക, വായിച്ചോളൂ. ദർ ആർ ടു വേസ് ഓഫ് റെപ്രസെൻറ്റിംഗ് ദ റിയാലിറ്റി ഓഫ് വാട്ട് വി സീ, ഹിയർ ഓർ ഫീൽ. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്, ശ്രദ്ധിക്കണം. ദർ ആർ two ways of representing the reality of what we see, hear or feel. നോക്കൂ, നമ്മൾ കാണുകയോ കേൾക്കുകയോ അനുഭവപ്പെടുകയോ ചെയ്യുന്നതിന് അനുസരിച്ച് റിയാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. റിയാലിറ്റിയെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അവതരിപ്പിക്കാം. എങ്ങനെ? റിയാലിറ്റിയെ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻ്റ് ചെയ്യാമെന്നർത്ഥം. ആ റിയാലിറ്റി ഒന്നുകിൽ നമ്മൾ കേൾക്കുന്നതാവാം, ഒന്നുകിൽ നമ്മൾ കാണുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതാവാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. അതെങ്ങനെയായാലും റിയാലിറ്റിയെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കൂ, പ്രധാന പോയിന്റിലേക്ക് വരികയാണ്. ഒന്ന് എന്താണ്? മീമസിസ്. എന്താണ്? മീമസീസ്. രണ്ട് ഡിജസിസ്. ഓക്കെ, അപ്പോൾ റിയാലിറ്റിയെ നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. വാട്ട് ആർ ദേ? വൺസ് അഗെയിൻ കം ഓൺ. ഫസ്റ്റ് mimesis, second digesis. Once again, mimesis and digesis. Clear? Good. Okay guys, ആദ്യം നമുക്ക് മിമീസിസ് എന്താണ്, ഡിജീസിസ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിക്കാം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, മിമീസിസ് ഷോസ് റാദർ ദാൻ ടെൽസ് ബൈ മീൻസ് ഓഫ് ആക്ഷൻ ദാറ്റ് ഈസ് ഇനാക്റ്റഡ്. ടെല്ലിങ്ങിനേക്കാളും ഷോസ് ആയിരിക്കും, അഥവാ പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കാണിക്കലാണെന്ത്? മിമീസിസ്. ബൈ മീൻസ് ഓഫ് ആക്ഷൻ ദാറ്റ് ഈസ് ഇനാക്റ്റഡ്, അഥവാ അഭിനയിച്ച് കാണിക്കുക, ഇമിറ്റേഷൻ എന്നർത്ഥം. അപ്പോൾ അതാണ് മിമീസിസ്. അവിടെ ടെല്ലിങ്ങിനേക്കാളും കൂടുതൽ ഷോയിങ്ങിനായിരിക്കും. ഗോട്ട് ഇറ്റ്? ഓൺ ദ അതർ ഹാൻഡ് ഡിജീസിസ് എന്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈസ് ദ ടെല്ലിംഗ് ഓഫ് എ സ്റ്റോറി ബൈ എ നെറേറ്റർ. ഓക്കെ, ഈസ് ദ ടെല്ലിംഗ് ഓഫ് എ സ്റ്റോറി ബൈ എ നെറേറ്റർ. അഥവാ ഒരു നെറേറ്റർ ഒരു കഥ ടെല്ല് ചെയ്യുക, ഷോ അല്ല. അവിടെ എന്താണ്? ടെല്ലിംഗ് ആണ്. അപ്പോൾ ഡിജീസിസ് ഈസ് നോൺ ആസ് ടെല്ലിംഗ്, മിമീസിസ് ആസ് നോൺ ആസ് ഷോയിങ് എന്നർത്ഥം. ഓക്കെ, ക്ലിയർ? ഓക്കെ ഗൈസ്, അപ്പം മിമീസിസും ഡിജീസിസും ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി പഠിക്കാം. ഓൾ ഓഫ് യു ലിസൺ. മിമീസിസ് ഈസ് ഇമിറ്റേഷൻ. മിമീസിസ് ഈസ് ഇമിറ്റേഷൻ. മിമീസിസ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷനാണ്. ഓക്കെ, ഈ ഒരു മിമീസിസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അത് പുട്ട് ഫോർവേഡ് ചെയ്ത ആരാണ്? നോക്കൂ, ദിസ് ഐഡിയ വാസ് സജസ്റ്റഡ് ബൈ ഗ്രീക്ക് ഫിലോസഫേഴ്സ്
ആരാണ്? ഗ്രീക്ക് ഫിലോസഫേഴ്സ് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസിൻ്റെ ഡിസിപ്പിളാണ് ആര്? പ്ലേറ്റോ. പ്ലേറ്റോയുടെ ഡിസിപ്പിളാണ് ആര്? അരിസ്റ്റോട്ടിൽ. എങ്ങനെയാലും വേണ്ടില്ല, ഈ മിമിസിസ് എന്ന് പറയുന്ന ആശയം അതിനെ മുന്നോട്ട് വച്ചത് ഗ്രീക്ക് ഫിലോസഫേഴ്സായ പ്ലാറ്റോയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിലുമാണ്. പക്ഷേ പ്ലാറ്റോയുടെ അഭിപ്രായത്തിനോട് ചെറിയ ഒരു എതിർപ്പ് ആർക്കുണ്ട്? അരിസ്റ്റോട്ടിലിന് ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ രണ്ട് പേരുമാണ് മിമിസിസ് എന്ന് പറയുന്ന ഐഡിയ മുന്നോട്ട് വച്ചത്. ഗോട്ട് ഇറ്റ്? ഗുഡ്. ശ്രദ്ധിക്കണേ. ഇനി പ്ലാറ്റോയുടെ അഭിപ്രായം എന്താ മിമിസിനെ കുറിച്ച് കേട്ടോളൂ. പ്ലാറ്റോ റിഗാർഡഡ് മിമിസിസ് ആസ് മിയർ റെപ്രസെൻറ്റേഷൻ നോട്ട് എക്സ്പ്രഷൻ വിച്ച് ഈസ് ക്രിയേറ്റീവ് എന്നുള്ളതാണ്. കേവലം അതൊരു അനുകരണം മാത്രമാണ്. പ്ലാറ്റോ പറയുന്നത് മിമിസിസ് എന്ന് പറഞ്ഞാൽ അത് കേവലം മിയർ റെപ്രസെൻറ്റേഷൻ, അത് എന്താ പറയുക, ഒരു അനുകരണം മാത്രമാണ്, ഒരു അവതരണം മാത്രമാണ്, റെപ്രസെൻറ്റേഷനാണ്. നോട്ട് എക്സ്പ്രഷൻ വിച്ച് ഈസ് ക്രിയേറ്റീവ്, അതിൽ ക്രിയാത്മകമായ ഒന്നും തന്നെ ഇല്ല. ഒന്നിൻ്റെ ഉണ്മയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? മറ്റൊന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അതിൽ ക്രിയാത്മകമായി ഒന്നുമില്ല, നോവൽറ്റി, പുതുമയായിട്ട് ഒന്നും ഇല്ല എന്നാണ് ആര് പറയുന്നത്? പ്ലാറ്റോ അഭിപ്രായപ്പെടുന്നത്. തിരിഞ്ഞിക്കണോ? ഗുഡ്. ഇനി ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാന വിഷയം. നമ്മളിത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് മോഡ്യൂളിൽ ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. പ്ലാറ്റോ ആർഗ്യൂഡ് ദാറ്റ് ദ പോയറ്റ് ഹു ഡിസ്ക്രൈബ്സ് എ ചെയർ ഇൻ ഹിസ് പോയം, ഒരു കവി തൻ്റെ കവിതയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചെയർ ഈസ് നോട്ട് ട്രൂ ടു ദ ഒറിജിനൽ. എന്നാൽ ആ ചെയർ എന്തല്ല? ഒറിജിനൽ അല്ല. കാരണം ഒറിജിനൽ ചെയർ അതിൻ്റെ ഐഡിയ ആണ്, അല്ലേ? ഐഡിയ ആയിരുന്നു ഫസ്റ്റ്. പിന്നീട് ആ ചെയർ എന്തായി? അത് ഒരു 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 കാർപ്പൻ്റർ അതിനെ മാനുസ്ക്രിപ്റ്റ് ചെയ്ത് ഉണ്ടാക്കി, അല്ലേ? അപ്പോൾ ഐഡിയ ആദ്യം ഉള്ള അബ്സല്യൂട്ട് റിയാലിറ്റി, നമ്മുടെ ആശയം മനസ്സിലുള്ളതാണ് ഐഡിയ, അതാണ് അതിൻ്റെ ഫസ്റ്റ്. പിന്നീട് അതിൽ നിന്ന് ഒന്ന് ഡൈവേർട്ടായി അത് ഉണ്ടാക്കിയെടുത്തു, അത് ഒന്നാമത്തെ റിമൂവിങ്. അതിൽ നിന്ന് ഒന്നും കൂടി മാറ്റി കവി തൻ്റെ കവിതയിൽ അതിൻ്റെ ഒരു ചിത്രം കൊണ്ടുവന്നു. തിരിഞ്ഞോ? ഓക്കെ. അപ്പോൾ രണ്ട് വട്ടം വഴിമാറിയിട്ടാണ് കവിതയിൽ എന്ത് വരുന്നത്? കവി ഒരു ചെയറിനെ കാണിക്കുന്നത് എന്നർത്ഥം. എന്താ പറഞ്ഞത്? പ്ലാറ്റോ എങ്ങനെയാണ് ആർഗ്യൂ ചെയ്യുന്നത്? ദാറ്റ് ദ പോയറ്റ് ഹു ഡിസ്ക്രൈബ്സ് എ ചെയർ ഇൻ ഹിസ് പോയം ഈസ് നോട്ട് ട്രൂ ടു ദ ഒറിജിനൽ, അത് ഒറിജിനലിൻ്റെ യഥാർത്ഥ സംഗതിയല്ല എന്നാണ് പറയുന്നത്. പ്ലാറ്റോ വിശ്വസിക്കുന്നത് ഏതിലാണ്? പ്ലാറ്റോ ബിലീവ്ഡ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ അബ്സല്യൂട്ട് ഓർ അൾട്ടിമേറ്റ് റിയാലിറ്റി. പ്ലാറ്റോ വിശ്വസിക്കുന്നത് അബ്സല്യൂട്ട് ഓർ അൾട്ടിമേറ്റ് റിയാലിറ്റിയിലാണ്, യഥാർത്ഥത്തിലാണ്, അഥവാ അതിൻ്റെ ആശയത്തിലാണ്. ഇപ്പോൾ ഉദാഹരണം ചെയർ തന്നെ, ചെയർ ഉണ്ടാക്കുക എന്നുള്ള ആശയമാണല്ലോ, അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. അതിലാണ് ആര് വിശ്വസിക്കുന്നത്? ഐഡിയയിലാണ് പ്ലാറ്റോ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു കാർപ്പൻ്റർ എന്ത് ചെയ്തു? ആ ആശയത്തെ ഒരു മാനുസ്ക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഒന്നും കൂടി ഡീവിയേഷനായി. ആ ഒരു കാർപ്പൻ്റർ ഉണ്ടാക്കിയ ആ ഒരു ചെയറിൻ്റെ രൂപം ഏതിലേക്ക് കൊണ്ടുവന്നു? കവിതയിലേക്കും കൂടി കൊണ്ടു. അപ്പോൾ ട്വൈസ് റിമൂവ്ഡായി. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് റിയാലിറ്റി കൺസിസ്റ്റ്സ് ഓഫ് ഐഡിയാസ് ഓഫ് തിങ്സ്. നേരത്തെ പറഞ്ഞു, അബ്സല്യൂട്ട് റിയാലിറ്റി പറഞ്ഞാൽ ആ വസ്തുക്കളുടെ ആശയങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് തിരിയും. പറഞ്ഞാൽ ഓഫ് വിച്ച് ഇൻഡിവിജ്വൽ ഓബ്ജക്ട്സ് ഇൻ ദ വേൾഡ് ആർ ബട്ട് റിഫ്ലക്ഷൻസ് ഓർ ഇമിറ്റേഷൻസ്. ഇന്ന് ഈ ലോകത്ത് കാണുന്ന എല്ലാ സംഗതികളും അതൊന്നെങ്കിൽ എന്താണ്? റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ ഇമിറ്റേഷൻസ് ആണ്. ഒന്നെങ്കിൽ അത് പ്രതിഫലനമാണ്, അല്ലെങ്കിൽ അനുകരണമാണ്. അപ്പോൾ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നിയ ആശയം, ഐഡിയ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് റിയാലിറ്റി. അതിൽ നിന്ന് പിന്നീട് ഉണ്ടായിത്തീരുന്നതൊക്കെ എന്താണ്? ഒന്നുകിൽ റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ ഇമിറ്റേഷനാണ്. ഇതാണ് ആരുദ്ദേശിക്കുന്നത്? മിമിസിസ് എന്നതുകൊണ്ട് ആർ ഉദ്ദേശിക്കുന്നത്? പ്ലാറ്റോ ഉദ്ദേശിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഗുഡ്. അതുകൊണ്ട് തന്നെ ദ പെയിൻറ്റർ ഓർ പോയറ്റ് ഹു ഇമിറ്റേറ്റ്സ് ദീസ് ഇൻഡിവിജ്വൽ ഓബ്ജക്ട്സ് ഈസ് ഇമിറ്റേറ്റിംഗ് ആൻ ഇമിറ്റേഷൻ and so producing something which is still further removed from ultimate reality. ഒന്നെങ്കിൽ ഒരു കാർപ്പൻ്റർ, അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ, അല്ലെങ്കിൽ ഒരു പോയറ്റ്, അവർ ചെയ്യുന്നതൊക്കെ എന്താണ്? അൾട്ടിമേറ്റ് റിയാലിറ്റിയിൽ നിന്നും റിമൂവ് ചെയ്ത രണ്ടാമത്തെ സംഗതിയാണ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഇത് തിരിഞ്ഞുണ്ടാകാൻ മനസ്സിലായിട്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. മിമിസിസ് ഈസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറയാം.
മിമീസിസ് എന്ന് പറഞ്ഞാൽ ഈസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. റിയാലിറ്റിയിൽ നിന്ന് 3 വട്ടം പിറകോട്ട് ചലിച്ചതാണ് എന്ത്? കമോൺ, മിമീസിസ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഉദാഹരണത്തിലൂടെ ശ്രദ്ധിക്കാം. ഓൾ ഓഫ് യു ലിസൺ. എ ചെയർ എക്സിറ്റ്സ് ഫേസ്റ്റ്ലി ആസ് ഐഡിയ. നോക്കൂ, ഒരു ചെയർ അത് ആദ്യം എന്താണ്? അതൊരാശയമാണ്. അതാണ് ഒന്നാമത്തെ റിയാലിറ്റി. സെക്കൻഡ്ലി ആസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. രണ്ടാമത് ഒരു കയ്യിലുള്ള ഒരു ഒബ്ജക്റ്റായി അതിനെ ആശയത്തെ അദ്ദേഹം ഒരു ഒബ്ജക്റ്റാക്കി മാറ്റി. ആൻഡ് തേർഡ്ലി ആസ് ഒബ്ജക്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഇൻ ആർട്ട്. എന്നിട്ട് മൂന്നാമത് എന്ത് ചെയ്തു? ആ ഒബ്ജക്റ്റിനെ ഒന്നെങ്കിൽ അത് ചെയറിനെ എന്ത് ചെയ്തു? ചെയറിൽ കവിതയിൽ കൊണ്ടുവരിക. ഓക്കെ, കവിതയിൽ കൊണ്ടുവരിക പറഞ്ഞാൽ ചെയറിനെ എഴുതി കാണിക്കുകയുള്ളൂ. അല്ലാതെ ചെയർ ഉണ്ടാക്കുന്ന ചില കവിതയിൽ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഫസ്റ്റ് ആശയം, സെക്കൻഡ് ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് അതിനെ ഒബ്ജക്റ്റാക്കി മാറ്റി. ആ ഒബ്ജക്റ്റിനെ മൂന്നാമത് എന്ത് ചെയ്തു? കവിതയിൽ നമ്മൾ ഇങ്ങനെ ചിത്രീകരിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. അപ്പോൾ കവിതയിൽ കാണുന്ന ചെയർ നേർക്ക് ചെയർ ഉണ്ടോ? ഇല്ല. നേർക്കുള്ള ചെയർ ക്രാഫ്റ്റ്മാൻ ഉണ്ടാക്കിയതാണ്. ആ ചെയർ ഉണ്ടാക്കാനുള്ള പ്രചോദനം ഒന്നാമത്തെ ആശയമാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഗുഡ്. അപ്പോൾ ഇതാണ് മിമീസിസ് എന്നതുകൊണ്ട് ആര് ഉദ്ദേശിക്കുന്നത്? പ്ലാറ്റോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പ്ലാറ്റോയുടെ ഐഡിയയിൽ നിന്ന് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടൊരു ആശയമാണ് ആർക്കുള്ളത്? അരിസ്റ്റോട്ടലിനുള്ളത്. ഓക്കെ, ലെറ്റ് us enter to the next point. According to Aristotle, what is mimesis? According to Aristotle, what is mimesis? അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് മിമീസിസ് എന്ന് നമുക്ക് നോക്കാം. പ്ലാറ്റോയുടെ അഭിപ്രായം നമ്മൾ കണ്ടു, ഇനി അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. അരിസ്റ്റോട്ടിൽ മോഡിഫൈഡ് പ്ലാറ്റോസ് ആർഗ്യുമെൻറ്റ് to suggest that the poet is not to simply imitate the original but to improve it by recreating the original to make a perfect model. ഇതാണ് അരിസ്റ്റോട്ടലിൻ്റെ വാദം. പ്ലാറ്റോ പറഞ്ഞ വാദത്തെ ഒന്നും കൂടി മോഡിഫൈ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? അരിസ്റ്റോട്ടിൽ. ആരാണ്? കമോൺ, ഒരിക്കൽ കൂടി, അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോ ഗുരുവാണ്. ഗുരു പറഞ്ഞ ആശയത്തെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു? ഇയാൾ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു, ഉഷാറാക്കി പറയുകയാണ്. ഏട്ടാ എന്താ പറയുന്നത്? അരിസ്റ്റോട്ടിൽ മോഡിഫൈഡ് പ്ലാറ്റോസ് ആർഗ്യുമെൻറ്റ് ടു സജസ്റ്റ് ദാറ്റ് ദ പോയറ്റ് ഈസ് നോട്ട് സിംപ്ലി ഇമിറ്റേറ്റ് ദ ഒറിജിനൽ. ആ ഒറിജിനലിനെ കേവലം ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമല്ല ആര് ചെയ്യുന്നത്? പോയറ്റ് ചെയ്യുന്നത്. പോയറ്റ് ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെ സിംപ്ലി ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമല്ല, ബട്ട് ടു ഇംപ്രൂവ് ഇറ്റ് ബൈ റീക്രിയേറ്റിംഗ് ദ ഒറിജിനൽ ടു മേക്ക് എ പെർഫെക്റ്റ് മോഡൽ. ആ ഒബ്ജക്റ്റിനെ പോയറ്റ് എന്ത് ചെയ്യുകയാണ്? റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് അതിനൊരു പെർഫെക്റ്റ് മോഡലാക്കി മാറ്റുകയാണ് എന്നതാണ് ആരുടെ വാദം? അരിസ്റ്റോട്ടലിൻ്റെ വാദം. രണ്ടുപേരും മിമിസിസ് എന്നതിന് ഇമിറ്റേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പ്ലാറ്റോ പറയുന്ന ആ വാദത്തിന് ഒന്നും കൂടി, പ്ലാറ്റോ പറയുന്നത് സിംപ്ലി എന്താണ്? ഇമിറ്റേഷൻ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ അരിസ്റ്റോട്ടിൽ പറയുന്നു അത് സിംപ്ലി ഇമിറ്റേഷൻ മാത്രമല്ല, മറിച്ച് ഒരു റീക്രിയേഷൻ നടക്കുന്നുണ്ട്. ആര്? പോയറ്റ് ഒരു റീക്രിയേഷൻ നടക്കുന്നു. അതോടുകൂടി തന്നെ അതിനൊരു പെർഫെക്റ്റ് മോഡലാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് മിമിസിസിനെ കുറിച്ച് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ ആർഗ്യൂ ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? ഗുഡ്. പിന്നീട് അരിസ്റ്റോട്ടിൽ പറയുന്ന മറ്റൊരു പോയിന്റ് നോക്കൂ. ഹി ആർഗ്യൂഡ് ദാറ്റ് മിമിസിസ് ഹാസ് എ വെരി യൂസ്ഫുൾ പേർപ്പസ് എന്നുള്ളതാണ്. മിമിസിസിന് എന്തുണ്ട്? വെറുതെ അങ്ങോട്ട് ഇമിറ്റേഷൻ നടത്തുകയല്ല, അതിനൊരു യൂസ്ഫുൾ പേർപ്പസ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് പേർപ്പസ്? നേരത്തെ പറഞ്ഞത് ടു മേക്ക് എ പെർഫെക്റ്റ് മോഡൽ. ഒബ്ജക്റ്റിനെ എന്താക്കാനുള്ളതാണ്? ഒരു പെർഫെക്റ്റ് മോഡലാക്കി മാറ്റുക എന്നുള്ള ഒരു യൂസ്ഫുൾ പേർപ്പസ്, ലക്ഷ്യം ആർക്കുണ്ട്? മിമിസിസിന് ഉണ്ട് എന്നുകൂടിയും ആര് വാദിക്കുന്നു? അരിസ്റ്റോട്ടിൽ ആർഗ്യൂ ചെയ്യുന്നു. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഇനി അരിസ്റ്റോട്ടിൽ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത്? ദ പോയറ്റ് റീക്രിയേറ്റ്സ്. ഈ പറയുന്ന ചെയർ ആണെങ്കിൽ, എന്ത് സാധനമാണെങ്കിലും അതിനെ പോയറ്റ് ഈ കവിതയിൽ കൊണ്ടുവന്ന് അതിനെ റീക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ദ പോയറ്റ് റീക്രിയേറ്റ്സ് റിയാലിറ്റി. റിയാലിറ്റിയെ റീക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ പ്ലഷർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഓഡിയൻസിന് ഒരു സന്തോഷം കിട്ടാൻ, പ്ലഷർ ലഭിക്കാനാണ്. അതും അതിൻ്റെ യൂസ്ഫുൾ പേർപ്പസാണ് എന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ ആർഗ്യൂ ചെയ്യുന്ന മറ്റൊരു വാദം. ഗോട്ട് ഇറ്റ്? ഗുഡ്.
അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറയുന്നു. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, മിമിസിസ് ഈസ് ആൻ ആക്ട് ഓഫ് ഇമാജിനേഷൻ ആൻഡ് റീക്രിയേഷൻ. കണ്ടാ, പ്ലാറ്റോ എവിടെ നിർത്തി? ഇമാജിനേഷനിൽ നിർത്തി, അല്ലെങ്കിൽ ഇമിറ്റേഷനിൽ നിർത്തി. ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്തു. ആര്? അരിസ്റ്റോട്ടിൽ. ഒന്ന് വായിക്കൂ. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, മിമിസിസ് ഈസ് ആൻ ആക്ട് ഓഫ് ഇമാജിനേഷൻ ആൻഡ് റീക്രിയേഷൻ. ഭാവനാത്മകതയുടെയും റീക്രിയേഷൻ്റെയും ഒരു പ്രവർത്തനമാണെന്ത്? മിമിസിസ് എന്ന് ആര് പറയുന്നു? അരിസ്റ്റോട്ടിൽ പറയുന്നു. ഗോട്ട് ഇറ്റ്? ഗോട്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലേക്ക് കടക്കാം. കഥാസിസ് എന്നതിൻ്റെ പേര്, കഥാസിസ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് വിശദീകരിക്കാം. ആദ്യം ഇതൊന്ന് പറയാം. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ഇതും അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിലാട്ടോ, ശ്രദ്ധിക്കാം. കഥാസിസിൻ്റെ ടേം ഫുട് ഫോർവേഡ് ചെയ്യുന്നത് അരിസ്റ്റോട്ടിലാണ്, ശ്രദ്ധിക്കണേ. എ ട്രാജിക് പ്ലേ പ്രസൻസ് ഹ്യൂമൻ ഓൺ സ്റ്റേജ്. മെനി ട്രൂത്ത്സ് റിഗാർഡിംഗ് ഹ്യൂമൻ ലൈഫ് ഈസ് പ്രസൻറ്റഡ് ബിഫോർ അസ്. എന്താ പറഞ്ഞത്? എ ട്രാജിക് പ്ലേ പ്രസൻസ് ഹ്യൂമൻസ് ഓൺ സ്റ്റേജ്. മെനി ട്രൂത്ത്സ് റിഗാർഡിംഗ് ഹ്യൂമൻ ലൈഫ് ഈസ് പ്രസൻറ്റഡ് ബിഫോർ അസ്. ഒരു ട്രാജിക് പ്ലേ അഥവാ ഒരു എന്താ പറയുക, ട്രാജഡി എന്ന്, ട്രാജഡിക്കുള്ള ഒരു നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഒരുപാട് സത്യങ്ങളുണ്ടാകും അല്ലേ? ആ ഒരുപാട് സത്യങ്ങൾ ഹ്യൂമൻ ലൈഫിന്, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സത്യങ്ങൾ ഈസ് പ്രസൻറ്റഡ് ബിഫോർ അസ്, നമുക്ക് മുമ്പിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ട്രാജഡി ആണല്ലോ, ദുരന്ത കഥയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ, ക്യാരക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതാണ് എന്നൊക്കെ നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. ഓക്കെ, അപ്പോൾ ഈ ദുരന്ത നാടക കഥാകൃത്തിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്? ഒരു റിലീഫ്, ഒരു ആശ്വാസം, ഒരു പർഗേഷൻ, ഒരു 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 മോചനം, ഒരു വാട്ട് ഈസ് ഒരു പ്യൂരിഫിക്കേഷൻ അല്ലേ? പർഗേഷൻ, പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് റിലീസ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നു. ഒരു ദുരന്ത നാടകം കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഇങ്ങനെ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരം സംഗതികൾക്ക് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഇമോഷനുകൾ കിട്ടുന്ന പേരാണെന്ത്? കഥാസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് കഥാസിസ്? നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് കഥാസിസ് എന്തെന്ന് നോക്കാം. ഓൾ ഓഫ് യു ലിസൺ. കഥാസിസ് ലിറ്ററലി മീൻസ് ക്ലീൻസിങ്, പ്യൂരിഫിക്കേഷൻ, പർഗേഷൻ, റിലീസിങ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. നമുക്കൊന്ന് പഠിച്ചാൽ മതി. കഥാസിസ് ലിറ്ററലി മീൻസ് ക്ലീൻസിങ് എന്നർത്ഥം. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, എന്താണ് കഥാസിസ് എന്നുള്ളത്. Catharsis is the process of releasing and thereby providing relief from strong or repressed emotions എന്നുള്ളതാണ്. നമ്മളെ റെപ്രസ് ചെയ്യപ്പെട്ട നമ്മുടെ ഇമോഷനുകൾ, നമ്മുടെ സ്ട്രോങ് ചിന്തകളൊക്കെ, അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുകയാണ്? മോചനം ലഭിക്കുന്ന ഒരു പ്രോസസ്സാണെന്ത്? കഥാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാജഡികൾ കാണുമ്പോൾ കഥാപാത്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു മോചനമുണ്ട്. അതിന് പറയുന്ന പേരാണെന്ത്? കഥാസിസ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഗുഡ്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പറയാം. എന്ത്? നോക്കൂ, പ്ലേയിങ് ദ പിയാനോ ഈസ് എ കഥാസിസ് ഫോർ എ ടയേർഡ് ബിസി മദർ ആഫ്റ്റർ എ ലോങ് ഡേ ഓഫ് വർക്ക്. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിൽക്കുന്ന ഒരു അമ്മ അല്ലേ, ടയേർഡായ, ക്ഷീണം പിടിച്ച് നിൽക്കുന്ന ആ അമ്മ ആ ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പ്ലേയിങ് ദ പിയാനോ വായിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് വായിക്കാം? അത് റിലീഫാണല്ലോ. ഓക്കെ, അത് നമുക്ക് കഥാസിസ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഗുഡ് ഇറ്റ്? ഗുഡ്. അതുകൊണ്ട് തന്നെയാണ് അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറയുന്നത്. എന്ത്? അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ട്രാജഡി ഹാസ് എ തെറാപ്യൂട്ടിക് എഫക്റ്റ് എന്ന്. എന്താ പറഞ്ഞത്? അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ട്രാജഡി ഹാസ് എ തെറാപ്യൂട്ടിക് എഫക്റ്റ്. അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായത്തിൽ ട്രാജഡിക്ക് എന്തുണ്ട് എന്നുള്ളതാണ് ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ്. തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ക്യൂറബിൾ എന്നർത്ഥം. ക്യൂറബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ക്യൂറബിൾ എന്ന് പറഞ്ഞാൽ അസുഖം ഭേദപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ക്യൂർ ചെയ്യുക എന്ന് കേട്ടില്ലേ?
അതാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് എഫക്റ്റ് എന്തിനൊക്കെ ഉണ്ട്? ട്രാജഡിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് റിലീഫ് അതിൽ നിന്ന് കിട്ടും എന്നതാണ് ആര് പറയുന്നത്? അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ. ഗോട്ട് ഇറ്റ്? ഗോട്ട്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ മിമീസിസ് ഈസ് ദ ഡിറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി എന്നുള്ളതാണ്. ഒരു റിയാലിറ്റിയെ ഡയറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിക്കാണ് മിമീസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇറ്റ് റിവീൽസ് വേരിയസ് ഫേസറ്റ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചറിൻ്റെയും ഹ്യൂമൻ ലൈഫിൻ്റെയും വ്യത്യസ്ത ഡിഫറൻറ്റ് ഭാവതലങ്ങളെ മിമീസിസ് എന്ത് ചെയ്യും? റിവീൽ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി റിയാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് രീതിയിൽ ഒന്നാമത്തെ രീതിയായ മിമീസിസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഡിജീസിസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ക്ലിയർ? ഗുഡ്. ഡിജീസിസ് എന്താ നേരത്തെ പറഞ്ഞു? എന്താ ഡിജീസ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ് വായിക്കൂ. ഡിജീസ് എന്താ പറഞ്ഞ്? ഓക്കെ, ഡിജീസിസ് ഈസ് ദ ടെല്ലിംഗ് ഓഫ് എ സ്റ്റോറി ബൈ എ നെരേറ്റർ എന്ന് പറഞ്ഞില്ലേ? മിമീസിസ് ഷോയിങ് ആണെങ്കിൽ ഡിജീസ് എന്താണ്? ടെല്ലിംഗ് ആണ്. ഓക്കെ, ഒരു നെരേറ്റർ കഥ പറയുന്ന രീതിക്കാണ് ഡിജീസിസ് എന്ന് പറയുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, നമുക്കിങ്ങനെ പറയാം. മിമീസിസിൻ്റെ ഓപ്പോസിറ്റാണെന്ത്? ഡിജീസിസ് എന്ന് പറയാം. എങ്ങനെ പറയാം? ഡിജീസിസ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് മിമീസിസ്. മിമീസിസിൻ്റെ ഓപ്പോസിറ്റാണ് ഡിജീസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു നോവലിൽ ഒരു കഥയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മിമീസിസ് എന്ന് പറഞ്ഞാൽ ഡിറക്റ്റ് നരേഷൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? ഡിറക്റ്റ് നരേഷനാണ്. ക്യാരക്ടർ ഡിറക്റ്റായി പറയുകയാണ്. ചില സമയത്ത് ഇൻഡിറക്റ്റ് ആയിട്ട് പറയും. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? മിമീസിസ് ഈസ് ദ ഡിറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി എന്നല്ല പറഞ്ഞത്. അതാണ് മിമീസിസ് എങ്കിൽ അറ്റ് ദ സെയിം ടൈം ഡിജീസിസ് ഈസ് ദ ഇൻഡിറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ടല്ലാതെ കഥാപാത്രം കഥ പറയുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിജീസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഡിജീസ്? ഡിജീസിസ് ഈസ് ദ ഡിറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിജീസിസ് ഈസ് ദ ഇൻഡിറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി. ഗോട്ട് ഇറ്റ്? രണ്ടും കൂടി മാറരുതേ. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇത് രണ്ടും കൂടി കൂടിയതായിരിക്കും അധിക നരേറ്റീവ് ഉണ്ടാകുക, മിമീസിസും ഡിജീസിസും. അപ്പം ഇങ്ങനെ പറയാം. എങ്ങനെ? മോസ്റ്റ് നരേറ്റീവ്സ് കമ്പൈൻ മൈമറ്റിക് അഥവാ ഷോയിങ് ആൻഡ് ഡൈജറ്റിക് അഥവാ ടെല്ലിങ്. ഡൈജസിസും മൈമസിസും കൂടിയ ഒരു കോമ്പിനേഷൻ ആയിരിക്കും മോസ്റ്റ് നരേറ്റീവ്സും അധിക നരേറ്റീവുകളും ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ, നമുക്കിങ്ങനെ പറയാം. ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ എങ്ങനെ പറയാം? ഓൾ ഓഫ് യു റീഡ്. ഇൻ എ നോവൽ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സെറ്റിംഗ്സ്, ക്യാരക്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്, ആക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് മൈറ്റ് ബി ഡിസ്ക്രൈബ്ഡ് ഡിറക്റ്റ്ലി ആൻഡ് ദിസ് മേ ബി മൈമെറ്റിക് എന്ന് പറയാം. ഒരു നോവലിൽ സെറ്റിങ്സിൻ്റെ വിവരണങ്ങൾ, ക്യാരക്ടേഴ്സിന് ബാക്ക്ഗ്രൗണ്ടുകൾ, ആക്ഷനുകൾ, ഈവൻസുകൾ അത് ചിലപ്പോൾ പറയൽ എങ്ങനെ ആയിരിക്കും? നേരിട്ട് പറയും. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായി പറയുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? മൈമെറ്റിക് എന്ന് പറയാം. ഓൺ ദ അതർ ഹാൻഡ് ദ പേഴ്സണാലിറ്റി ഓഫ് എ ക്യാരക്ടർ, ഒരു ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി നമുക്ക് ഡയറക്റ്റായി കിട്ടുമോ? ഇല്ല. ആ കഥയിലൂടെ അവസാന വരികളിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുക? നമുക്കതിനെ ഇൻഡയറക്റ്റായി കിട്ടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദ പേഴ്സണാലിറ്റി ഓഫ് എ ക്യാരക്ടർ മെ നോട്ട് ബി ഡിസ്ക്രൈബ് ഡിറക്റ്റ്ലി. അതെന്തെങ്കിലും ഒരിക്കലും ഡയറക്റ്റായി ഡിസ്ക്രൈബ് ചെയ്യൂല. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡയജറ്റിക് എന്ന് വിളിക്കാം. അപ്പോൾ മൈമെറ്റിക്കും മനസ്സിലായി, ഡയജറ്റിക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് റെപ്രസെൻറ്റേഷൻ എന്തെന്ന് പഠിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? നരേഷനെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷനാണ്. വാട്ട് ഈസ് റെപ്രസെൻറ്റേഷൻ? വാട്ട് ഈസ് റെപ്രസെൻറ്റേഷൻ? ഓൾ ഓഫ് യു റീഡ്. റെപ്രസെൻറ്റേഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് പീപ്പിൾ, ഈവൻറ്റ്സ് ആൻഡ് ഐഡിയാസ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ എ മീഡിയം. ആ മീഡിയം ഏതാവാം? പ്രിൻ്റ്, വീഡിയോ, സോങ്, മ്യൂസിക്, ജസ്റ്റേഴ്സ്, റൈറ്റിംഗ്, സിംബൽസ്, etc. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? വസ്തുക്കൾ, ഒബ്ജക്ട്സ്, പീപ്പിൾ, ജനങ്ങൾ, ഈവൻസ്, സംഭവങ്ങൾ, അല്ലെങ്കിൽ ഐഡിയാസ്, ആശയങ്ങൾ, ഇവയൊക്കെ ഒരു മീഡിയം, ഒരു മാധ്യമത്തിലൂടെ അവതരിപ്പിക്കുന്ന പ്രക്രിയക്കാണ് എന്ത് പറയുക? റിപ്രസെൻറ്റേഷൻ എന്ന് പറയുക. എന്താ പറഞ്ഞത്? ഒബ്ജക്ട്സുകൾ, പീപ്പിളുകൾ, ഈവൻസുകൾ, ഐഡിയാസ്, ആശയങ്ങൾ, ഇവയൊക്കെ ഒരു മാധ്യമത്തിലൂടെ അവതരിപ്പിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് റെപ്രസെൻറ്റേഷൻ. ആ മാധ്യമങ്ങൾ ഏതാവാം? പ്രിൻ്റ് മാധ്യമമാവാം, വീഡിയോ മീഡിയം ആവാം, സോങ് എന്ന മീഡിയം ആവാം, മ്യൂസിക് ആവാം, ജസ്റ്റേഴ്സ് ആവാം, റൈറ്റിങ്സ് ആവാം, സിംബൽസ് ആവാം. ഓക്കെ, ഇതാണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ഗോട്ട് ഇറ്റ്?
ഓക്കെ ഗൈസ്, ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കണം. റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞാൽ കോഡ്സ് ഓഫ് പെർസെപ്ഷൻ എന്നാണ്. എന്താണ് പേര്? കോഡ്സ് ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരിട്ട് കാണുന്നില്ലേ, നമ്മൾ ഫിഫ്ത്ത് സെൻസ് കൊണ്ട്, നമുക്ക് 5 സെൻസുകളാണല്ലോ. ഈ സെൻസുകൾ കൊണ്ട് നേരിട്ട് അറിയുന്ന, ഫീൽ ചെയ്യുന്ന, കാണുന്ന, സംഭവിക്കുന്ന സംഗതിക്കാണ് പെർസെപ്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കുക. അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ കോഡ്സ് ഓഫ് പെർസെപ്ഷൻ എന്നുള്ളതാണ്. നമ്മൾ റിയാലിറ്റിയെ മനസ്സിലാക്കൽ, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കൽ ഏതിലൂടെയാണ്? കോഡ്സ് ഓഫ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന കോഡിലൂടെയാണ്, അഥവാ ഈ 5 രീതികളിലൂടെയാണ് മനസ്സിലാക്കുക എന്നർത്ഥം. അപ്പോൾ എന്താണ് ഈ കോഡ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഓൾ ഓഫ് യു റീഡ് വാട്ട് ഈസ് codes of perception. Come on. Codes of perception mean the representations, language and signs that we accumulate over the years, and this becomes the outline with which we interpret and read reality. That is codes of perception. എന്താണ് കോഡ്സ് ഓഫ് പെർസെപ്ഷൻ? കോഡ്സ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ റെപ്രസെൻറ്റേഷൻസ്, അവതരണങ്ങൾ, ലാംഗ്വേജ്, ഭാഷകൾ, ആൻഡ് സൈൻസ്, അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, ദാറ്റ് വി അക്യുമുലേറ്റ്, അത് കൂട്ടിവെച്ചിരിക്കുന്നു, അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു, ഓവർ ദ ഇയേഴ്സ്, വർഷങ്ങളായിട്ട് ഒരു വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും കൂട്ടിവെച്ചിരിക്കുന്നു. റെപ്രസെൻറ്റേഷനുകളെയും ലാംഗ്വേജുകളെയും സൈനുകളെയും അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെ? ഓവർ ദ ഇയേഴ്സ്. ദിസ് ബിക്കംസ്, ഈ സംഗതികളായിത്തീരുന്നു, ദ ഔട്ട്ലൈൻ വിത്ത് വിച്ച് വി ഇൻ്റർപ്രറ്റ് ആൻഡ് റിയാലിറ്റി, നമ്മൾ യാഥാർത്ഥ്യങ്ങളുടെ വായനയുടെയും അതോടൊപ്പം തന്നെ കാര്യങ്ങളെ ഇൻ്റർപ്രിറ്റ്, ആഖ്യാനിക്കുന്നതിൻ്റെയും വ്യാഖ്യാനിക്കുന്നതിൻ്റെയും ഔട്ട്ലൈൻ അതായി മാറുകയും ചെയ്യുമ്പോൾ അത്തരം സംഗതികൾക്ക് പറയുന്ന പേരാണ് കോഡ്സ് ഓഫ് പെർസെപ്ഷൻ. ഈ കോഡ്സ് ഓഫ് പെർസെപ്ഷനിലൂടെയാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ എന്ത് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ വർഷങ്ങളായി നമ്മൾ നാട്ടിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത, നമ്മൾ സംഹാരിച്ച് വെച്ച, നമ്മൾ കൂട്ടിവെച്ച അത്തരം സാധനങ്ങൾക്ക് പറയുന്ന പേരുകളാണ് എന്ത്? കോഡ്സ് ഓഫ് പെർസെപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അഥവാ നമ്മുടെ 5 സെൻസ് എന്നർത്ഥം. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് കോഡ്സ് ഓഫ് പെർസെപ്ഷൻ കഴിഞ്ഞാൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്തെന്ന് പഠിക്കാം. What is self-reflexivity? Come on, all of you read. It's a condition where a text talks about itself. ഒരു പുസ്തകം ടോക്സ് അബൌട്ട് ഇറ്റ്സെൽഫ്, അത് അതിനെക്കുറിച്ച് എന്താണോ സംസാരിക്കുന്നത്, ആ ഒരു പുസ്തകം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, അതാണെന്ത്? ദാറ്റ് ഈസ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. അത് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, നോക്കൂ. കാൽവിനോസ് നോവൽ. ആരാണ്? ഇറ്റാലോ കാൽവിനോ. കണ്ടോ ഇറ്റാലോ കാൽവിനോ? കണ്ടോ നിങ്ങൾ? ഇയാളാണ് ഇറ്റാലോ കാൽവിനോ. നോക്കൂ, ഇറ്റാലോ കാൽവിനോസ് നോവൽ, ആ നോവലിൻ്റെ പേരാണെന്ത്? ഓൾ ഓഫ് യു റീഡ്. ഈഫ് ഓൺ എ വിൻറ്റേഴ്സ് നൈറ്റ് എ ട്രാവലർ എന്ന് പറയുന്ന ഇറ്റാലോ കാൽവിനോസയുടെ നോവൽ, അത് ഒരു എക്സാമ്പിളാണ് എന്തിന്? സെൽഫ് റിഫ്ലെക്സിവിറ്റിക്ക്. ഓക്കെ, എന്താ പറയുന്നത്? ഇറ്റ് മെഡിറ്റേറ്റ്സ് അപ്പോൺ ഹൗ ടു റീഡ്. ആ പുസ്തകം നമ്മളോട് പറയുന്നത് എങ്ങനെ വായിക്കണം, ആ പുസ്തകം എങ്ങനെ വായിക്കണം, ഒരു പുസ്തകം നമുക്ക് എങ്ങനെ വായിക്കാമെന്ന് ആ പുസ്തകം പറയുന്നു. ഹൗ ടു റീഡ് എ നോവൽ, ഒരു നോവൽ എങ്ങനെ വായിക്കണം. വാട്ട് ഈസ് എ നോവൽ, ഒരു നോവൽ എന്താണ്, ആൻഡ് സോ ഓൺ എന്നൊക്കെ പറഞ്ഞു തരുന്ന പുസ്തകമാണെന്ത്? ഇറ്റാലോ കാൽവിനോസിൻ്റെ നോവൽ ഈഫ് ഓൺ എ വിൻറ്റേഴ്സ് നൈറ്റ് എ ട്രാവലർ എന്ന് പറയുന്നത്. ഇത് എന്തിന് എക്സാമ്പിളാണ്? കമോൺ, സെൽഫ് റിഫ്ലെക്സിവിറ്റിക്ക് എക്സാമ്പിളാണ്. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ ഗൈസ്, എന്നാൽ അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് പോസ്റ്റ് മോഡേൺ നോവൽസ്, ഉത്തരാധുനിക നോവലുകളിൽ, പോസ്റ്റ് മോഡേൺ നോവൽസുകളിൽ മിക്സ് ബോത്ത് ഫിക്ഷണൽ ആൻഡ് ഹിസ്റ്റോറിക് റിയാലിറ്റീസ്, അഥവാ അതിലെന്തുണ്ടാകും? ഫിക്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള റിയാലിറ്റി രണ്ടും കൂടി മിക്സപ്പ് ആയിരിക്കും. ഏതിൽ? പോസ്റ്റ് മോഡേൺ നോവലുകളിൽ എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ സാങ്കല്പിക സംഗതികളും ഉണ്ടാകും, ചരിത്ര യാഥാർത്ഥ്യങ്ങളും ഉണ്ടാകും. ഏതിൽ? പോസ്റ്റ് മോഡേൺ നോവലുകൾ രണ്ടും കൂടി മിക്സപ്പ് ആയിരിക്കും എന്നർത്ഥം. അതിനൊരു എക്സാമ്പിളാണ് പോസ്റ്റ് മോഡേൺ നോവലിൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് എക്സാമ്പിൾ എങ്ങനെ കാണാം? എന്താണ്? സൽമാൻ റുഷ്ദി അറിയില്ല? സൽമാൻ റുഷ്ദി കണ്ടാ? മൂപ്പരെ കണ്ടാ നിങ്ങൾ? ഓക്കെ. സൽമാൻ റുഷ്ദീസ് നോവലിൻ്റെ പേരാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. സൽമാൻ റുഷ്ദിയുടെ നോവലാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് കൈൻഡ് ഓഫ് നോവൽ. ദാറ്റ് മീൻസ് ഏതിന്? പോസ്റ്റ് മോഡേൺ, അഥവാ അതിലെന്തുണ്ടാകും?
ഫിക്ഷണൽ ആൻഡ് ഹിസ്റ്റോറിക് റിയാലിറ്റീസ് രണ്ടും കൂടി ചേർന്നിട്ടുണ്ടാവും എന്നർത്ഥം. ഇത് പോസ്റ്റ് മോഡേൺ നോവലിൻ്റെ ഉദാഹരണമാണ്. ആരെഴുതിയതാണ്? സൽമാൻ റുഷ്ദി. മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഗുഡ്. അപ്പോൾ ഇത്രയുമാണ് നരേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന വിഷയത്തിൻ്റെ ആമുഖമായി നമുക്ക് പറയാനുള്ളത്. ഇനി കമ്മിങ് ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചർച്ച ചെയ്യാം? ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി ചർച്ച ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് കമ്മിങ് സൂൺ നരേറ്റീവ് മോഡ്സ് ഓഫ് തിങ്കിങ് എന്നുള്ളതാണ്. നരേറ്റീവ് മോഡ്സ് ഓഫ് തിങ്കിങ്. ഓക്കെ, ഇതും ശേഷമുള്ള ഈ തേർഡ് മൊഡ്യൂളിലെ റിമൈനിങ് പാർട്സും നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.